ശ്രീ അതേപോലെ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഹലോ സാറേ. ജിൽസൺ പറഞ്ഞോളൂ. ഓക്കെ, ഇതിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഇന്റലിജൻസ് കിട്ടിയിടത്തോളം അവര് ബങ്കർ ബസ്റ്റർ വെച്ചിട്ട് അവരുടെ കുറച്ച് ന്യൂക്ലിയർ ഫെസിലിറ്റീസും പിന്നെ അതുപോലെ അവരുടെ പരമാവധി മിസൈൽ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റീസ്, മിസൈൽ ലോഞ്ചേഴ്സ്, അതുപോലെ തകർക്കപ്പെടേണ്ട സാധനങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇനിയൊരു 5 ദിവസം ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇനിയത്തെ നടപടി എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനും അതിലേക്കാണ് അടിക്കാൻ എന്ന് പറഞ്ഞത്, 48 മണിക്കൂർ ഡെഡ് ലൈൻ. പക്ഷെ അതൊന്നും ഗൾഫ് രാജ്യങ്ങൾ സംഭവിക്കാൻ പെട്ടെന്ന് വഴങ്ങാൻ സാധ്യതയില്ല. കാരണം ഇതിലിപ്പോ സൗദിയുടെ ഒരു ഇടപെടൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവണം. കാരണം ഇപ്പൊ പാകിസ്ഥാനും ഇതിൽ ഇടപെടുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ വൈദ്യുതി പോകുന്ന ഒരു സാഹചര്യം വരും. ഗൾഫ് കൺട്രീസ്, മിഡിൽ ഈസ്റ്റില്, ഖത്തർ, UAE അവരുടെയൊക്കെ ഈവൻ ഡീസാലിനേഷൻ പ്ലാന്റ്സിൽ വരെ അടിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് അടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനുള്ള മിസൈൽ അവരുടെ കയ്യിലുണ്ട്. കാരണം ഡീഗോ ഗാർസിയയിലേക്ക് വിട്ടൊരു മിസൈല് അത് ഡീഗോ ഗാർസിയയിൽ എത്തിയില്ലെങ്കിലും തൊട്ടടുത്ത് വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ അത് സ്പോട്ടിൽ കറക്റ്റ് ആയിട്ട് അമേരിക്കയും ബ്രിട്ടീഷ് അവിടെ നിൽക്കുന്ന യുദ്ധവിമാനങ്ങളെ തകർക്കാൻ അവർക്ക് സാധിക്കും എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് മാത്രമല്ല, ഇത് ഈ യുദ്ധം നമ്മൾ ആത്യന്തികമായിട്ട് കാണേണ്ടത് ഇതൊരു ആവശ്യമായ സംഗതിയായിരുന്നു. അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ഒരു അണുബോംബ് ഉണ്ടാക്കി ഇറാൻ ലോകത്തിന് മുഴുവൻ ഇപ്പൊ ഒരു 5000 എത്തിയെന്നാ പറഞ്ഞ ഒരു 14 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈവൻ ഐ തിങ്ക് ആ മിസൈല് ന്യൂക്ലിയർ ഹെഡ് വെച്ചിട്ട് അമേരിക്കയിൽ അവരെത്തും. അപ്പം അത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മിഡിൽ ഈസ്റ്റ് പിന്നെ പറയണ്ട, മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞ അതോടെ പിന്നെ അമേരിക്കനെ വരെ അവർക്ക്, പിന്നെ റഷ്യ, ഇറാൻ, ചൈന, നോർത്ത് കൊറിയ, ഇത് 4 കൂടി ഒരുമിച്ചാണ്. US ഒറ്റയ്ക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വാർഹെഡ് വെച്ചിട്ട് ഇവരൊരു ന്യൂക്ലിയർ വാറിലേക്ക് എന്തായാലും അമേരിക്കക്ക് പോയി കഴിഞ്ഞാൽ അമേരിക്കൻ തകരും. അപ്പൊ അതുകൊണ്ട് ന്യൂക്ലിയർ ഇല്ലാതെയാണല്ലോ ഇപ്പൊ ഇത്രയും ഇതായിട്ട് ന്യൂക്ലിയർ ഉപയോഗിച്ചില്ലല്ലോ അമേരിക്ക. അപ്പൊ അതിൽ നിന്ന് അങ്ങ് അണ്ടർസ്റ്റുഡ് ആണ് അമേരിക്ക അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവരൊരു ഡെമോക്രാറ്റിക് ഒരു സിവിൽ റൈറ്റ്സ് ഒക്കെ പാലിക്കുന്ന ഒരേ ഒരു രാജ്യം മാത്രമേ മറ്റൊരു രാജ്യത്തിന് മേൽ, മാനവരാശിക്കുമേൽ അണുബോംബ് വർഷിച്ചിട്ടുള്ളൂ. ആ രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ്. അതുകൊണ്ട് അമേരിക്കയുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബുകളൊന്നും അവർ ഉപയോഗിക്കില്ല എന്നും ഇറാൻ നാളെ ഉണ്ടാക്കിയാൽ അവർ ലോകത്തിന് ഭീഷണിയാണ് എന്ന് പറയുന്ന ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഐഡിയോളജിക്കൽ പ്രോബ്ലം ആണ്. അതാണ് ഡെമോക്രസിയും ഐഡിയോളജിയും തമ്മിലുള്ള അമേരിക്കയ്ക്ക് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ആണവായുധങ്ങളുണ്ടോ? ഇല്ലല്ലോ. ഹലോ സാറേ, 10,000-കണക്കിന് അമേരിക്കൻ പട്ടാളക്കാർ അന്ന് ജാപ്പനീസ് പട്ടാളം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു പട്ടാളമായിരുന്നു ലോകത്തിൽ. പക്ഷെ ഞാൻ ചോദിച്ചത് ആണവായുധത്തിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ കയ്യിൽ ആണവായുധം ഉള്ളത് ലോകത്തിന് കുഴപ്പമില്ല, ഇറാന്റെ കയ്യിലുണ്ടായാൽ കുഴപ്പമാണ് എന്ന് പറയുന്നതിൽ ന്യായമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അമേരിക്കയുടെ കയ്യിലുള്ളതും ഇറാന്റെ കയ്യിലുള്ളതും ഒരുപോലെ കുഴപ്പമാണ്. ഒരു പ്രത്യേക രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യമാണ് ഇറാൻ. അതായത് അവരെ സംബന്ധിച്ച് അവർ ആ പേർഷ്യൻ സാമ്രാജ്യത്തിന് അണ്ടറിൽ ആദ്യം മിഡിൽ ഈസ്റ്റിനെ കൊണ്ടുവരും, ഇസ്രായേലിനെ ഇല്ലാതാക്കുന്ന ടെഹ്റാനിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് ഇപ്പൊ ഇങ്ങനെ ഈ നിലയ്ക്ക് അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ ഇസ്രായേൽ 20 കൊല്ലം ഗസയെ ഇല്ലാതാക്കാൻ വേണ്ടി, പലസ്തീനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ ചെയ്ത കൂട്ടിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാലോ. പക്ഷെ അപ്പൊ നമ്മള് സാറ് ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്. അവിടെ അതിന് മുൻപ് 1300 പേരെ കൊന്ന കാര്യം സാറ് പറയുന്നില്ല. 1300 പേരെ കൊന്നതിന് എത്രയോ മുമ്പ് അതിലും എത്രയോ 10,000-ങ്ങളെ, ലക്ഷങ്ങളെ അങ്ങനെ ചരിത്രം ആരും ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്തിന്റെ ലായകമുണ്ടെങ്കിൽ അത് കൊള്ളാം, മറ്റവരുടെ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലിരുന്നാലും കൊള്ളില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ശരി, ഓക്കെ. അത് അനുഭവിച്ച രാജ്യത്തിന്റെ നേതാവ് പറഞ്ഞു ബേബീസ് ബുച്ചേർഡ് ഇൻ ഡേ ലൈറ്റ് എന്നാ പറഞ്ഞത്. ബുച്ചേർഡ് എന്ന് പറഞ്ഞാൽ കഴുത്ത് അറുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇറച്ചി വെട്ടുന്ന പോലെ കഴുത്ത് അറുത്തു. അപ്പൊ അത്രയും വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് അവര് സ്വാഭാവികമായിട്ട് അവര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ആകെ ജിൽസൺ ചരിത്രം പരിശോധിച്ചാൽ ഈ ഇസ്രയേൽ മറ്റു രാജ്യങ്ങൾ പോയി കൊലപ്പെടുത്തിയ അത്ര ആളുകളെ മറ്റു രാജ്യങ്ങളൊന്നും പോയി അതിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഹെസ്ബുള്ളനെ വെച്ചിട്ട് ഈ ഇറാൻ നടത്തുന്ന ഓപ്പറേഷൻ എന്തിനു വേണ്ടിയിട്ടാ? ഇറാൻ എന്തിനാണ് ഹെസ്ബുള്ള? ഇറാൻ ഒരു രാജ്യം വേണ്ടി നിലനിൽക്കുകയാണെങ്കിൽ ഹെസ്ബുള്ളനെ വെച്ചിട്ട് ഇപ്പൊ അതുകൊണ്ടല്ല ലെബനാനിൽ ഈ നാശം മുഴുവൻ ഉണ്ടായത്. ഹെസ്ബുള്ള എന്തിനാണ്? ഇറാൻ എന്തിന് ഹെസ്ബുള്ളനെ? ഹൂത്തീസ് എന്തിനാണ്? സൗദി അറേബ്യനെ അടിക്കാനല്ലേ അവിടെ യമനിലെ ഹൂത്തീസിന് സപ്പോർട്ട് ചെയ്യണത്? വളരെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയുന്നത് സാറിന് ആലോചിച്ച് നോക്കി എന്തിനാണ്
ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഈ ട്രംപിനോ ഈ നെതന്യാഹുവിനോ ഇറാനെ അടിക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നു? അല്ല, ഇത് സാറ് മുൻപ് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അന്ന് ഞാൻ അവർക്ക് നിങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് അവർക്ക് ആണവായുധം ഇല്ലാത്തതുകൊണ്ട് അവർ ഈ പറയുന്ന ദുഷ്ടശക്തികളെയൊക്കെ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെയൊക്കെ പല സ്ഥലങ്ങളിലായി അവർ വളർത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം ഓരോ രാജ്യങ്ങളും ചെയ്യും. ഈ ഏറ്റവും കൂടുതൽ ഇത്തരം ഭീകരവാദ സംഘടനകളെ വളർത്തിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ലോകത്താകമാനം. ഇറാഖിൽ എന്താണ് സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ എല്ലാ സ്ഥലത്തും അവർ ആണ് ഈ ആയുധം കൊടുത്ത് പണം കൊടുത്ത് ഇവരെല്ലാം വളർത്തുന്നത്. അതില്ല, അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ വെച്ചാൽ ഒരു ഐഡിയോളജിക്കലായിട്ട് ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഉള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഒരു ഡെമോക്രാറ്റിക്കലി മാറ്റാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടപ്പെടുത്തി. അവര് ട്രൈ ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക്. അവിടുത്തെ ജനങ്ങള് തന്നെ ഇപ്പൊ ഇറാനിൽ എത്ര ജനങ്ങള് സ്വയം ഗവൺമെന്റ് വന്നു. ഇത് ശരിക്കും പറയുന്നത് ഈ ഡെമോക്രാറ്റിക് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ട് അവസാനം അഫ്ഗാനിസ്ഥാനിൽ എന്തായി? ഇല്ല, അത് തോറ്റ് പിന്മാറി. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ കൂടുതൽ കലാപത്തിന്റെ മോശപ്പെട്ട അന്തരീക്ഷത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോയി എന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം. നമ്മളിപ്പോ പറയും ഇറാഖിനും ഇറാനും ആയുധങ്ങൾ അമേരിക്ക കൊടുത്തു. പക്ഷെ ഒരു കാര്യം പറയണം, ഇവരൊക്കെ ഡിക്റ്റേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഇറാഖിനെ അടിച്ചില്ലായിരുന്നെങ്കിൽ 91 കുവൈത്ത് എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതായി പോയേനെ. സൗദി അറേബ്യനെ അടിക്കാനുള്ള, ഞാൻ മുൻപും പറഞ്ഞതാണ്, സൗദിയും കുവൈറ്റിനും ഇറാഖും അന്ന് അടിച്ച് നിലംപരിച്ചാക്കാനുള്ള പ്ലാനിലാണ്. കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ സമയമില്ല. എന്തായാലും ഓരോ രാജ്യത്തിനും അവരുടെ തെറ്റും ശരിയൊക്കെ ആപേക്ഷികമാണ്. ഓരോ രാജ്യവും അവരുടേതായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു രാജ്യം വിശുദ്ധമാണെന്നോ അല്ലെങ്കിൽ അവർ മാത്രം ചെയ്യുന്നതാണ് ശരിയെന്നൊന്നും പറയാൻ കഴിയില്ല. എല്ലാവരുടെ ഭാഗത്തും അത്തരം തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ട്രംപ്? നമസ്കാരം. അമേരിക്കയുടെ തീരുമാനം ലോകരാഷ്ട്രങ്ങൾ, അതായത് നമ്മുടെ ഫേഷൻ കൺട്രി ഗൾഫ് രാജ്യങ്ങൾ മൊത്തം അമേരിക്ക പ്രസിഡന്റോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നീട്ടിക്കൊണ്ടു പോകരുത്, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇത് പാടില്ല, നമ്മൾ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നില്ല. എന്തുകൊണ്ട് ഏതുകൊണ്ട് ഇറാഖിന് നഷ്ടം അവർക്കാണ്. അവർക്ക് മരിക്കാൻ പോകുന്ന ആളിന് ഇനി ഭയക്കേണ്ട കാര്യമില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതേപോലെ അവസ്ഥയാണ് അവര്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധം ഭൂമിയിൽ നടക്കുമ്പോഴെല്ലാം മരിക്കുന്നതെല്ലാം മനുഷ്യരാണ്. വിജയിക്കുന്നത് അധികാരമാണ്. പക്ഷെ മനുഷ്യൻ വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ. ഇത് ഈ ലോകരാഷ്ട്രസഭ എന്ത് മൂക്കൂത്തിയാണോ? ഇവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞ് ഇത് നേരെ കൊണ്ടുവന്നുകൂടാ? നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീ മോഹൻദാസ് ആണ് പാലക്കാട് നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കളെ ഒരുപാട് കാലമായി സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നതാണ്. എന്തു പറ്റി ഒരുപാട് കാലമായി വിളിക്കുന്നില്ല? സാറേ, ഞാൻ എല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇത് പറഞ്ഞു വെച്ചാ, എന്തിനാ വിളിച്ചു വെച്ചാ, 71 അമേരിക്കൻ 7th ഫ്ലൈറ്റ് വന്നപ്പോ അതിന് വീമ്പഴിച്ചിട്ട് മോഡിയെ താഴ്ത്തിയിട്ട് ഇന്ദിരാഗാന്ധി വലിയ ഇതായിട്ട് പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെങ്കിൽ അന്ന് 7th ഫ്ലൈറ്റ് മടങ്ങാൻ കാരണം റഷ്യയായിട്ടുള്ള ഉടമ്പടിയാണെന്നുള്ളത് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കണം. അതെ, റഷ്യ ഇന്ത്യയെ സഹായിക്കാനുണ്ടായിരുന്നു. അന്ന് റഷ്യയുടെ ഉറപ്പിലാണ് ഇന്ത്യ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ മടങ്ങിപ്പോയത്. അല്ലാതെ ഇന്ദിരാഗാന്ധി മാത്രമല്ല, അതേ കഴിവ് തന്നെ മോഡിക്കുമുണ്ട്. മനസ്സിലായോ? പിന്നെ എപ്പോഴും ഇന്ത്യക്ക് എതിരെ കാശ്മീർ പ്രശ്നം വന്ന എല്ലാ കക്ഷികളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.